നമ്മുടെ നാടൊക്കെ എത്ര ഹൈടെക് ആണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ആദിവാസി ഉന്നതികളിലെ പാവപ്പെട്ടവരുടെ ജീവിതമൊക്കെ പഴയ പാട് തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നേർദൃശ്യം കാണാം. ഇടുക്കി വട്ടവടയിൽ പരിക്കേറ്റ ആദിവാസി സ്ത്രീയെ വാഹന സൗകര്യമില്ലാത്തതിനാൽ തോളിലേറ്റുകയായിരുന്നു പ്രദേശവാസികൾ. വട്ടവട വത്സപ്പെട്ടി ഉന്നതിയിലെ ഗാന്ധി അമ്മാളിനെ 5 കിലോമീറ്റർ ദൂരം ചുമന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഗാന്ധിയമ്മാളിനാണ് വീണ് കാലിന് ഗുരുതര പരിക്കേറ്റത്. വാഹന സൗകര്യമില്ലാത്തതിനാൽ കോവിൽക്കടവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ പ്രദേശവാസികൾ ഗാന്ധിയമ്മാളിനെ ചുമന്നത് 5 കിലോമീറ്റർ ദൂരമാണ്. നാല് വർഷത്തിലേറെയായി ഇടുക്കി വട്ടവട വത്സപ്പെട്ടി കുടിയിലുള്ളവർ ഈ യാത്രാദുരിതം അനുഭവിക്കുന്നു. 2019 മലവെള്ളപ്പാച്ചിലിൽ തകർന്നതാണ് ഈ റോഡ്. ഇതുവരെയും സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചിട്ടില്ല. മൺപാത ചെളിക്കുണ്ടായതോടെ ജീപ്പുകൾ പോലും ഈ വഴി പോകാതെയായി. വാഹന സൗകര്യം പോലുമില്ലാത്ത വനപാത മാത്രമാണ് പ്രദേശവാസികളുടെ ആശ്രയം. പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വട്ടവടയും കാന്തല്ലൂരുമായി ബന്ധിപ്പിക്കാനുള്ള പാതയ്ക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതാണ് പ്രശ്നമെന്നാണ് ആരോപണം. 14 കിലോമീറ്റർ പാത വന്നാൽ അടിയന്തര ചികിത്സാ സഹായം ഉൾപ്പെടെ വത്സപ്പെട്ടി കുടിക്കാർക്ക് ലഭിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലെങ്കിലും സഹോദരങ്ങൾക്ക് അപകടം സംഭവിച്ചാൽ ഒത്തൊരുമയോടെ സഹകരിക്കുമെന്ന് ഉന്നതിയിലുള്ളവർ പറയുന്നു. ഞങ്ങൾ ഇതുവരെ എന്തോരം കാര്യങ്ങൾ സർക്കാരോടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടിക്ക് റോഡുകൾ കാര്യങ്ങളൊക്കെ ഒരു വസതിയില്ല, മാർക്കില്ല അത് പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ സർക്കാരായാലോ ഒരിക്കലും ഞങ്ങളെ ഒന്നും നോക്കാറില്ല. പ്രശ്നത്തിന് അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി. തായ്ലൻഡ് കംബോഡിയ സംഘർഷം അവസാനിപ്പിക്കാൻ UN നീക്കം. സുരക്ഷാ കൗൺസിൽ ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇതിനിടയിൽ നിരുപാധികം വെടിനിർത്തൽ വേണമെന്ന് കംബോഡിയ ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ ഇതുവരെ മരണം 32 ഉയർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് നാടുപേക്ഷിച്ച് പോയത്. മേഖലയിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് ഇന്ത്യക്കാർക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ്. അതിർത്തിയിലെ തർക്കം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും മരണസംഖ്യ ഉയരുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരു രാജ്യങ്ങളുടെയും സംഘർഷ മേഖലയിൽ നിന്ന് പലായനം ചെയ്തത്. അടിയന്തരമായി ഉപാധികളില്ലാതെ വെടിനിർത്തൽ വേണമെന്ന് കംബോഡിയ ആവശ്യപ്പെട്ടു. തർക്കത്തിന് സമാധാനപരമായ പരിഹാരം വേണമെന്നും UN കംബോഡിയൻ അംബാസഡർ കിയോച്ചിയ ആവശ്യപ്പെട്ടു. സംഘർഷം വഷളാകുന്ന സാഹചര്യത്തിൽ ഇടപെടലുമായി UN രംഗത്തെത്തിയിട്ടുണ്ട്. അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് UN നിർദ്ദേശം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കംബോഡിയയിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് സുരക്ഷാ നിർദ്ദേശവും നൽകി. അതേസമയം തായ്ലൻഡിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. കംബോഡിയയുമായി അതിർത്തി പങ്കിടുന്ന 8 ജില്ലകളിൽ തായ്ലൻഡ് പട്ടാള നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലേക്ക് കംബോഡിയ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു തായ്ലൻഡിന്റെ നടപടി. സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങാമെന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തായ് ആക്ടിംഗ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. അതിർത്തിയിലെ 3 പ്രവിശ്യകളിൽ ആരംഭിച്ച സംഘർഷം 12 ഇടങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. കംബോഡിയ സിവിലിയൻ മേഖലകൾ ആക്രമിച്ചുവെന്ന് തായ്ലൻഡ് ആരോപിക്കുമ്പോൾ സാംസ്കാരിക പൈതൃക കേന്ദ്രമായ പ്രയാവയഹാർ ക്ഷേത്ര പരിസരത്തിൽ തായ്ലൻഡ് ക്ലസ്റ്റർ ബോംബിംഗ് നടത്തിയെന്നാണ് കംബോഡിയൻ ആരോപണം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.